2021 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2005 ഗുരുവായൂർ ദേവസ്വം ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. 2025 ഗുരുവായൂർ ദേവസ്വം ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. സർ, ഇത് 1978 ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമത്തിലെ 3 ഭേദഗതികൾ മാത്രം, 3 വകുപ്പുകൾ. അതിലൊന്ന് ഗുരുവായൂർ ദേവസ്വം ആക്ട് സെക്ഷൻ 9, സെക്ഷൻ 11(1), സെക്ഷൻ 17(3) എന്നിവയാണ് ഭേദഗതി ചെയ്യുന്നത്. പ്രധാനമായും ഗുരുവായൂർ ദേവസ്വം ചരിത്രപ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയാം. അവിടുത്തെ പ്രതിമാസ വരുമാനം 5 കോടി മുതൽ 6.5 കോടി രൂപ വരെയാണ്. അവിടെ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ പഴയ 78 സാഹചര്യം വെച്ച് നിശ്ചയിച്ചിരുന്നത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, ഗുരുവായൂർ ദേവസ്വത്തിലെ ഭരണസമിതിയിലെ മെമ്പർമാർക്കും ചെയർമാനും ഉൾപ്പെടെ ഇപ്പോൾ സിറ്റിംഗ് ഫീസോ അലവൻസോ നിലവിലില്ല. കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണ്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 മലബാർ ദേവസ്വം ബോർഡ്, 3 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 4 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം. മറ്റ് എല്ലാ ദേവസ്വം ബോർഡുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിറ്റിംഗ് ഫീസും അലവൻസും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ 78 നിയമത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അതിൽ ഈ 9-ാം വകുപ്പിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അത് വേണമെന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി, ഇതിലെ 5000 രൂപ എന്നുള്ളത് 50,000 രൂപ ചെലവഴിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരം നൽകുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അന്നത്തെ കാലഘട്ടത്തിൽ 5000 ആയിരുന്നു, ഇന്നത് വളരെ പരിമിതമാണ് എന്ന കാര്യമാണ്. അപ്പോൾ സെക്ഷൻ 9, സെക്ഷൻ 11(1), സെക്ഷൻ 17(3) എന്നിവയാണ് ഇത് സംബന്ധിച്ച ഭേദഗതി നിർദ്ദേശിക്കുന്നത്. ഇത് സഭയുടെ പരിഗണനയ്ക്കായി അവതരിപ്പിക്കും. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ പി ചിത്തരഞ്ജന് 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. സർ, ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും അവയുടെ സ്വത്തുക്കളുടെയും ഭരണം, മേൽനോട്ടം എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കിയെന്നതാണ്. മതവും ഭരണകൂടവും ഒരുമിച്ച് നിന്ന് നാട്ടുരാജ്യങ്ങളുടെ കാലത്ത് ക്ഷേത്രങ്ങൾ ക്ഷയിച്ച് തുടങ്ങിയിരുന്നൊരു ഘട്ടമുണ്ട്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ബാലറ്റൂടിലെ അധികാരത്തിൽ വന്ന നമ്മുടെ സർക്കാരുകൾ ദേവസ്വം ബോർഡുകൾ തുടങ്ങിയത് ക്ഷേത്രത്തെയും വിശ്വാസത്തെയും സംരക്ഷിച്ചുകൊണ്ട്, അല്ലാതെ ഒരു വർഗീയവാദിയും സൃഷ്ടിച്ചതല്ല കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ എന്നത് ഏറെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. അങ്ങനെ കാലങ്ങൾ മാറിയപ്പോൾ എല്ലാ ദുരാചാരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ അവർണ വിഭാഗക്കാരെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ നാട്ടിൽ, അവർണരെ തടഞ്ഞ നാട്ടിൽ പ്രക്ഷോഭത്തിലൂടെ പ്രത്യക്ഷമായി എതിർക്കാതെ മാനസികമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന ഇടമാണ് ഇവിടമെന്ന് പ്രഖ്യാപിക്കാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞത്. സർ, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് സർക്കാർ അംഗങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുമ്പോൾ പല ക്ഷേത്രങ്ങളും തകർച്ചയുടെ വക്കീലായിരുന്നു.
അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽപ്പെടുന്നവയായി കേരളത്തിലെ വിവിധ ദേവസ്വം ക്ഷേത്രങ്ങളും നിലവിലുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരടക്കം നിരവധി അബ്രാഹ്മണരായ ശാന്തിമാർ PSC മാതൃകയിൽ എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തി ശാന്തിമാരെ നിയമിക്കുകയാണ് നമ്മുടെ സർക്കാർ. ജാതിയല്ല മാനദണ്ഡമാക്കേണ്ടതെന്നും പൂജാവിധികളിൽ അറിവാണ് മാനദണ്ഡമെന്നും സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. മുന്നോക്ക വിഭാഗക്കാരെയും പിന്നോക്ക വിഭാഗക്കാരെയും ശാന്തി നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതായ നിലയിൽ ഇന്നത്തെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ, കേരളത്തിലെ വിശ്വാസി സമൂഹങ്ങൾ നൽകുന്ന പിന്തുണ ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ വിശ്വാസിയുടെ ക്ഷേമം പരമപ്രധാനമാണെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ആ കാര്യത്തിൽ കാണിക്കുന്ന മാതൃകാപരമായ ഇടപെടൽ. സാർ, ശബരിമലയിൽ കഴിഞ്ഞ വർഷം 53,60,000 പരം ഭക്തരാണ് ദർശനം നടത്തിയത്. ഒരു പരാതിയും വിവാദവുമില്ലാതെ മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും ഭംഗിയായി തീർത്ഥാടനം പൂർത്തീകരിക്കുവാനായി ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ള പ്രവർത്തനം എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകാറില്ല. 50 വർഷക്കാലമായി ശബരിമലയിൽ ദർശനം നടത്താനെത്തുന്ന തമിഴ്നാട് ദേവസ്വം മന്ത്രി ഇത്തവണ 3 പ്രാവശ്യമാണ് എത്തിയത്. ഇത്രയും സുഗമമായ തീർത്ഥാടനം വേറെ ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. സാർ, 20 ലക്ഷം സ്ത്രീകൾ പൊങ്കാലയിടുന്ന ആറ്റുകാലിൽ ഒരു പരാതിയുമില്ലാതെ നമ്മുടെ ഗവൺമെൻറ് ഭംഗിയായി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. 1970 നവംബർ മാസം 30 ഗുരുവായൂർ തീപിടുത്തമുണ്ടാകുന്നത്. തുടർന്ന് 1971 മാർച്ച് 9 അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം നിലവിൽ വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1978 പരിഷ്കരിച്ച നിയമമനുസരിച്ചാണ് അതിൻ്റെ ഭരണം ഇപ്പോഴും നടന്നു വരുന്നത്. സാർ, ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. മറ്റു പല ശബരിമലയിലാണെങ്കിലും മറ്റു പല ക്ഷേത്രങ്ങളിലാണെങ്കിലും ചില സീസണുകളിലാണ് അവിടങ്ങളിൽ ആളുകൾ ഭക്തജനങ്ങൾ എത്തുന്നതെങ്കിൽ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് സാർ. അവിടെ ഇന്നിപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ 1978 പരിഷ്കരിച്ച അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, ഗുരുവായൂരിൽ 1970 ശേഷം ഏതാണ്ട് ഭക്തജനങ്ങളുടെ എണ്ണം 15-16 ഇരട്ടിയായി വർദ്ധിച്ചു. സർ, ഒരു ദിവസക്കാലം തന്നെ ചില മാസങ്ങളിൽ 300 വിവാഹങ്ങൾ വരെ നടക്കുന്ന നിലയിലേക്ക് ഗുരുവായൂർ മാറുകയാണ്. അവിടെ ഭക്തജനങ്ങളായി എത്തിച്ചേരുന്ന ആൾക്കാർ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട, ഒരു ശരാശരി 6-7 മണിക്കൂർ ക്യൂ നിന്നെങ്കിൽ മാത്രമേ അവർക്ക് ദർശനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഗുരുവായൂരിനെ സംബന്ധിച്ച് ശബരിമല മാസ്റ്റർ പ്ലാൻ പോലെ തന്നെ ഗുരുവായൂരിനൊരു മാസ്റ്റർ പ്ലാൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് കുറേ അധികം കാര്യങ്ങൾ ഇതിനുള്ളിൽ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെയൊന്നും ചെറുതായി കാണുന്നുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനു വേണ്ടി ഗുരുവായൂരിന് വേണ്ടി കൊണ്ടുവരുവാനും അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ, ഒരു IAS റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ ഓഫീസർക്ക് തന്നെ ഇതിൻ്റെ ചുമതല നൽകുവാനും കഴിയേണ്ടതുണ്ട്. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിനകത്ത് വളരെ സൗകര്യക്കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുപാടും ഏതാണ്ട് 100 മീറ്ററോളം വരുന്ന സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഗുരുവായൂർ നഗരസഭ. ആ നഗരസഭയുടെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമായിട്ട് തന്നെയാണ്. ക്ഷേത്രത്തിനകത്ത് തന്ത്രിക്കാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അവകാശമെന്ന് ഹൈക്കോടതി വിധി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ 50,000 രൂപയാണ്
അവിടെ ദേവസ്വത്തിൻ്റെ കമ്മിറ്റിക്ക് ഇപ്പോൾ ചെലവഴിക്കുവാനുള്ള അവകാശം അത് 1 ലക്ഷമാക്കി ഉയർത്താൻ കഴിയുമെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, രാവിലെ 3 മണിക്ക് നിർമ്മാല്യം ആരംഭിക്കും. രാത്രി ക്ഷേത്രം അടക്കുന്നത് വരെ ഏതാണ്ട് ഒരു 6-7 മണിക്കൂർ സമയം, ഒരു ഏകദേശം ഒരു 10 മണിക്കൂർ 50 മിനിറ്റാണ് ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. ഈ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ ആ ക്യൂ അത് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ഇപ്പോൾ ദർശനം എപ്പോൾ കിട്ടുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുകയാണ് സർ. ഭക്തരുടെ മാനസിക സംഘർഷം, അസ്വസ്ഥത, അവരെല്ലാം ജീവനക്കാർക്കെതിരെ തിരിയുന്ന നിലയിലടക്കമുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും അതോടൊപ്പം തന്നെ അവിടെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനാവശ്യമായ നിലയിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. സർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള എല്ലാ അയ്യപ്പന്മാർക്കും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ ഒരു സംവിധാനത്തിലേക്ക് ലോകമാകെ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളടക്കം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാർ, ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ ലോകത്താകെ അതിന് സന്ദേശം എത്തിക്കുവാനും ലോകത്തുള്ള ഭക്തജനങ്ങളായിട്ട് അയ്യപ്പനെ വിശ്വസിക്കുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളമെല്ലാം വലിയ സന്തോഷത്തോടും വലിയ താല്പര്യത്തോടുമാണ് അവർ കാണുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ അയ്യപ്പ സംഗമത്തിനെതിരായും നമ്മുടെ പ്രതിപക്ഷം അതിനെതിരായിട്ടുള്ള യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് തെറ്റായ നിലയിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർ ആലോചിക്കേണ്ടതാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മാത്രമല്ല, ശബരിമല റോപ്പ് വേ പദ്ധതി, അതിനായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ 27.6 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി അതിന് അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ. സർ, 2018 അന്ന് കോൺഗ്രസിൻ്റെ നേതാവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന സന്ദർഭത്തിൽ പമ്പാ സംഗമം നടത്തിയിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുത്തതും 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തതും അന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പനീർസെൽവം ഉദ്ഘാടനം ചെയ്തതുമായിട്ടുള്ള ഒരു പമ്പാ സംഗമം വലിയ തോതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനോട് സഹകരിച്ച പ്രതിപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷം, അന്ന് പ്രതിപക്ഷമായിരുന്നു, അന്നും പ്രതിപക്ഷമായിരുന്നു. 2018 പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസും യു ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു. അന്ന് ഇതിനോട് സഹകരിച്ചവർ ഇന്ന് സഹകരിക്കാതിരിക്കുന്നതിലെ ഔചിത്യം എന്താണെന്ന് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സഹകരിക്കുവാനാണ് ഇടതുപക്ഷം ഇപ്പോഴും തയ്യാറായിട്ടുള്ളത്, തർക്കമില്ല. ഇപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയാണ്, ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ലക്ഷ്യമാക്കുന്ന വളരെ വ്യക്തമായി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെ സംഘപരിവാർ ഇതിനെ നേരിടുന്നതിന് നമുക്ക് മനസ്സിലാകും. പക്ഷെ സംഘപരിവാറിനോടൊപ്പം എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഒരു വ്യക്തതയും ഇല്ലാതിരിക്കുന്നത്. സർ, ശബരിമലയുടെ അല്ല സർ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് ദേവസ്വം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്ലാഘനീയമായ നിലയിൽ ഭക്തജനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യം എല്ലാം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിലാണ് ഓരോ ദേവസ്വത്തിന്റെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഈ 3 ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം ഇത് സെലക്ട് കമ്മിറ്റിക്ക് വേണമെന്നുള്ള നിർദ്ദേശത്തെ ഞാൻ പിന്താങ്ങുന്നു. ഓർഡർ നിയമനിർമ്മാണ കാര്യം നേരത്തെ നിർത്തിവെച്ചതാണ്. ആ നിർത്തിവെച്ച നിയമനിർമ്മാണ കാര്യം വീണ്ടും തുടരുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ പി ചിത്തരഞ്ജൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ചതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തുടങ്ങാം. സർ, ഇവിടെ അവതരിപ്പിച്ച ബില്ല് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട
ബില്ലിലെ 3 വകുപ്പുകൾക്കുള്ള ഭേദഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLA ഇവിടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളുടെ പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ സൂചിപ്പിക്കാനുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിവിധ തരത്തിലുള്ള വികസനങ്ങൾക്കാവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് മുടങ്ങിക്കിടന്നിരുന്നതാണ് 13 വർഷക്കാലം. അത് ഈ കാലയളവിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് 46 കോടി രൂപയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റാണ്. 11.21 കോടി രൂപയുടെ റോബോട്ടിക് കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് ഇപ്പോൾ അത് നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണ്. KSRTC ബസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം റോഡ് വലിയ രൂപത്തിൽ 2 കോടിയിൽ പരം രൂപ മുടക്കി അത് പുനരുദ്ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ അവിടെ എത്തിച്ചേരുന്ന ദർശനത്തിന് എത്താൻ എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം പൂർണ്ണമായി ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇനിയും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NND ആയി ബന്ധപ്പെട്ട് മറ്റൊരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കാൻ നിർദ്ദേശിക്കപ്പെടും. ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ സമയക്രമം സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ച മൂലം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ബില്ല് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒന്ന്, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി ഇപ്പോൾ കേവലം 2 വർഷം മാത്രമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലാവധി കൊണ്ട് ഒരു ഭരണസമിതിക്ക് വളരെ ക്രിയാത്മകമായ ദീർഘവീക്ഷണത്തോടുള്ള കാര്യം അവിടെ എന്തെങ്കിലും ഒരു വികസന കാര്യങ്ങളും ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതൊന്ന് 3 വർഷമോ 4 വർഷമോ ആക്കി ദീർഘിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളതും മറ്റൊരൊറ്റ കാര്യം കൂടെ ഉള്ളൂ. മറ്റൊന്ന്, അവിടെ ഭരണസമിതിക്ക് നേരിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികളിലും മറ്റും കേവലം 50,000 രൂപയിൽ താഴെയുള്ള തുകകൾ മാത്രമാണ് വിനിയോഗിക്കാൻ അധികാരം. അതിൽ കൂടുതൽ തുകയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടപ്പിലാക്കണമെങ്കിൽ ദേവസ്വം കമ്മീഷനിൽ നിന്നുള്ള അനുവാദം വാങ്ങണമെന്നുള്ളൊരു നിലയാണ് അവിടെ ഉള്ളത്. അതും അവിടുത്തെ പല വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതിനെ തടസ്സപ്പെടുത്തുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങളും കൂടി അങ്ങൊന്ന് പരിശോധിക്കുകയും അതിനുകൂടി പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളത് കൂടിയാണ് ആരായുന്നത്. അങ്ങ് സൂചിപ്പിച്ച 2 കാര്യങ്ങളിൽ ഒരു കാര്യത്തിൽ ഇപ്പം തന്നെ നിർദ്ദേശമായി 5,000 രൂപ വരെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചെലവഴിക്കാനുള്ളത്. അത് 50,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അതാണ് ഒരു ഭേദഗതി. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, കാലാവധിയെ സംബന്ധിച്ചുള്ള പരിഗണന ഈ കൂട്ടത്തിലില്ല. അത് ഭാവിയിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് പറയാം. ഏതായിരുന്നാലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ടെൻഡർ വിളിച്ച് തന്നെ ഏജൻസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ബഹുമാനായ ചിത്തരഞ്ജൻ MLA സൂചിപ്പിച്ച ആ അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങൾ പരിഗണനയ്ക്കെടുക്കുകയും ദേവസ്വം ബോർഡിനെ കൊണ്ട് അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമല ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയായി ബന്ധപ്പെട്ട് ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അത് 1 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് സംഘടിപ്പിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിനിധികളുമെല്ലാം മുമ്പ് ഇവിടെ വന്നു പോയിട്ടുള്ളവർ അതിന് പ്രത്യേകമായൊരു നോംസ് ഉണ്ടാക്കി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് 3000 പേർ പങ്കെടുക്കുന്ന ഒരു അയ്യപ്പ സംഘവുമാണ് തീരുമാനിച്ചത്. ഇപ്പോൾ തന്നെ 5000-ൽ പരം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു നോംസ് ഉണ്ടാക്കി അതിന് വിധേയമായി 3000 ആക്കി ലിമിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം.
അപ്പം അതിന് കൊടുക്കുന്ന നോംസൊക്കെ അവർ പരസ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയുടെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. 778 കോടി രൂപയുടെ വികസനം സന്നിധാനത്തിൽ 3 ഘട്ടങ്ങളിലായും ഏതാണ്ട് 200 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പമ്പയിലും 1000-ൽ പരം കോടി രൂപ ടോട്ടൽ വരുന്ന ബാക്കി തുകയ്ക്കുള്ളത് നിലയ്ക്കലുമായി വികസന പ്രവർത്തനങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. ആ മാസ്റ്റർ പ്ലാൻ സംസ്ഥാനത്തെ ക്യാബിനറ്റ് അംഗീകരിക്കുകയുണ്ടായി. നേരത്തെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഏതാണ്ട് 146 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി പ്രോജക്റ്റ് വഴി എരുമേലിയിലും നിലയ്ക്കലും അതേപോലെ തന്നെ കഴക്കൂട്ടത്തും ആറ്റിങ്ങലും ചെങ്ങന്നൂരും അടക്കമുള്ള പ്രദേശങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിലയ്ക്കലെ ഉദ്ഘാടനം ചെയ്തു, എരുമേലിയിൽ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കും. ബാക്കിയുള്ളത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഭാവി വികസനത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഭാവിയിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എയർപോർട്ട് വരാൻ പോകും. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്കുള്ള സർവേ ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് മണിമല വില്ലേജും അതുപോലെ എരുമേലി തെക്ക് വില്ലേജിലുമായി ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ശബരി എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കുകയും അതോടൊപ്പം വികസനത്തിൻ്റെ കാര്യങ്ങൾ ഈ രൂപത്തിൽ നടപ്പാക്കുകയും ശബരിമല മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഭാവിയിൽ ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ, ക്രിയാത്മക നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ എല്ലാമുള്ള സൗകര്യമൊരുക്കുന്ന രൂപത്തിലാണ് അവരുടെ ഈ കാര്യങ്ങളിലുള്ള ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഘവും നമ്മൾ സംഘടിപ്പിക്കുന്നു. മറ്റൊന്ന്, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെ പരിഹരിക്കാം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക സെഷനുകളായി ഈ സംഗമത്തിൽ ചേരും. പ്രത്യേകിച്ചും എല്ലാവർക്കും അറിയാം, ശബരിമലയിൽ ചെല്ലുമ്പോൾ കയറി ചെല്ലുന്നതിൻ്റെ ശ്രീകോവിലിൻ്റെ കവാടത്തിൽ എഴുതിയിട്ടുള്ള മനോഹരമായ സന്ദേശം തത്വമസി എന്ന. ലോകത്ത് ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെയും മുമ്പിൽ ഇങ്ങനൊരു വാചകമില്ല, തത്വമസി, ഞാൻ നീയാവും. ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല. അയ്യപ്പൻ അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അറിയുന്നത് അയ്യപ്പൻ. അപ്പം അയ്യപ്പനും വരുന്ന അയ്യപ്പനും തമ്മിൽ വ്യത്യാസമില്ല. ഇങ്ങനൊരു സന്ദേശം, അതൊരു വിശ്വമാനവിയുടെ സന്ദേശമാണ്. ആ വിശ്വമാനവിത ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ ഉയർത്തിപ്പിടിച്ചൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുമ്പോൾ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി ഭാവിയിൽ ആ ശബരിമല മാറിത്തീരാനുള്ള വിപുലവും വിശാലവുമായ വീക്ഷണമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിൽ. നിർഭാഗ്യവശാൽ ചില ആളുകൾ ആ കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ, ഇതിനകത്തൊരു വിവാദം ഉണ്ടാക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സങ്കുലമായ ഭാവത്തിൽ അത് കാണേണ്ട കാര്യമില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഇംഗിതത്തിനനുസരിച്ച് ശബരിമലയുടെ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടും മുന്നോട്ട് വെച്ചുകൊണ്ട് തത്വമസി എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർത്തിയായി. നാളെ അതിൻ്റെ ഫൈനൽ മീറ്റിംഗ് പമ്പയിൽ നടക്കുകയാണ്. പമ്പയിൽ വെച്ച് നടക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് 3000-ഓളം ആൾ പങ്കെടുക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്റ്റേറ്റുകളിലെ VIPസും അതുപോലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആൾ പങ്കെടുക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം സംബന്ധിച്ച വിശദാംശങ്ങൾ നാളെ കൃത്യമായി ചേർന്ന് പരിപാടി മാധ്യമങ്ങൾക്ക് കൊടുത്ത് എല്ലാവരെയും അറിയിക്കുന്നതുമാണ്. അപ്പോൾ ആഗോള തീർത്ഥാടനം അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉള്ളടക്കം ഇതാണ് എന്ന് വിനയപൂർവ്വം അങ്ങേ അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ പ്രധാനമായി നടന്നിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മകരവിളക്കും മണ്ഡല മഹോത്സവവും ഏതാണ്ട് 53,60,60,000 പേർ ശബരിമലയിൽ പങ്കെടുത്തു. ഒരു പരാതിയില്ലാതെ ഒരു പരാതിരഹിത തീർത്ഥാടന കാലഘട്ടമായിരുന്നു പിന്നിട്ടത്. അതിനുശേഷം എല്ലാ 1-ാം തീയതിയും വരുന്നു പോകുന്ന തീർത്ഥാടകർക്കും കൃത്യമായി ദർശനം ഉറപ്പാക്കുന്നുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടായി. ഈ വർഷവും അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവം വരുമ്പോൾ അക്കാര്യത്തിൽ എല്ലാ കാര്യത്തിലും മുൻകരുതലോട് നീങ്ങാൻ ഇപ്പം തന്നെ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. ഇതിനുശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തോട് സൂചിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല. 10-20 ലക്ഷത്തോളം സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്ത ഏറ്റവും വലിയ
ഒരു ഉത്സവമാണ് അറിയാം ആറ്റുകാൽ പൊങ്കാല. ഒരു പരാതിയില്ലാത്ത രൂപത്തിൽ ഭംഗിയായി നമ്മൾ. അതിനുശേഷം തൃശ്ശൂർ പൂരത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ് എല്ലാ സഹായവും സൗകര്യവും ഒരുക്കിയതിന് ഭാഗമായി പ്രാവശ്യം ഒരു പരാതിയില്ലാതെ കൃത്യമായി തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നിലവിൽ 5 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിൽ നമുക്ക് പൊതുവിലുള്ളത്. 1 മലബാർ ദേവസ്വം ബോർഡ്, 2 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 3 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 4 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 5 കൂടൽ മാണിക്യത്തിൽ. ഈ ദേവസ്വം ബോർഡുകളുടെ എല്ലാ പ്രവർത്തനങ്ങൾ പൊതുവിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭക്തരെ സംബന്ധിച്ചോളം പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊക്കെ അവർക്ക് ആരാധന നടത്താൻ കഴിയുന്ന രൂപത്തിൽ ഒരു ടൂറിസം പാക്കേജ് ഈ വിവിധ ക്ഷേത്രം ഭരണസമിതികളുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ ഈ 5 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കൂടെ ചേർന്ന് വകുപ്പും ചേർന്ന് പൊതുവിൽ ആലോചിച്ചിട്ടുണ്ട്. KSRTC ആലോചിച്ചിട്ട് ആ സംവിധാനം ഭാവിയിൽ നടപ്പാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വരുന്നു എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും. ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടൊരു ബില്ലായതുകൊണ്ട് ഈ ഗുരുവായൂർ ദേവസ്വത്തിലെ ശബരിമലയിൽ പക്ഷേ തീർത്ഥാടനത്തിനൊരു സീസണിലാണ്. പക്ഷേ ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും തീർത്ഥാടകരുടെ പ്രവാഹമുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രമാണ് നമുക്കറിയാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്പേസ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള സ്പേസ് വളരെ കുറവാണ്. ഒരു 400 വിവാഹം വരെ ശരാശരി നടക്കുന്നൊരു ക്ഷേത്രം പലപ്പോഴും അവിടെ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ അതിനുവേണ്ടിയുള്ള ചില ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ വിഷയം, ഒരുപക്ഷെ ഇവിടെ ടൂറിസത്തിൻ്റെ കാര്യം അങ്ങ് സൂചിപ്പിക്കൂ. കേരളത്തിലെ ഏറ്റവും മനോഹരമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലമാണ് 43 ആനകളുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ. നമുക്കറിയാം മലയാളത്തിലെ പല ചലച്ചിത്രങ്ങളും ഷൂട്ട് ചെയ്ത പോലും ആ സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴേ അതിനുള്ള ഒരു സംവിധാനമില്ല. അവിടെ വിശാലമായ സ്ഥലം ദേവസ്വത്തിനുണ്ടെങ്കിൽ അത് നന്നായിട്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് ദേവസ്വത്തിന് ചിലവുമില്ല, സ്പോൺസർമാർ തയ്യാറായിട്ട് വരാൻ തയ്യാറുണ്ട്. മൂന്നാമത്തെ കാര്യം, 1500ഓളം പശുക്കളുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ. അവിടെയും യഥാർത്ഥ ഒരു നല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. മായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഉത്തര കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനീയരുടെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ പുതുതായി നിയമിക്കപ്പെട്ട ഈ ആചാരസ്ഥാനീയരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ നിൽക്കുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടോ? അത് പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഇവിടെ സൂചിപ്പിച്ച കാര്യം ഞാൻ നേരത്തെ തന്നെ മറുപടി പറഞ്ഞിരുന്നു, അങ്ങ് കേൾക്കാഞ്ഞിട്ടാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ULCCയെയും അതുപോലെ LNൻ്റെയും ഒരു കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് തന്നെ ചുമതലപ്പെടുത്തി ആ കാര്യങ്ങളിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് 400 വിവാഹം വരെ നടക്കുന്ന സ്ഥലത്ത് അതിനുള്ള സ്ഥലപരിമിതികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചും എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാനും കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യം ഉറപ്പാക്കാനും കൂടെ വേണ്ടിയാണ് ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. സമീപകാല ഭാവിയിൽ നടക്കും. രണ്ടാമത്തെ കാര്യം അങ്ങ് സൂചിപ്പിച്ചത് 43 ആന ഇല്ല, ഇപ്പോൾ 39 ഉള്ളൂ. 39 ആനയുണ്ട്. ഈ 39 ആനയും പരിപാലിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം കുറവായിരുന്നെങ്കിൽ അടുത്ത കാലത്ത് പരിഹരിച്ച് 10 തറി കൂടി ഉണ്ടാവണമായിരുന്നു. അതൊരാൾ സ്പോൺസർ ചെയ്ത് അത് നടപ്പാക്കി ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു എന്ന സന്തോഷ വാർത്ത അങ്ങ് അറിയിക്കുക. അതുപോലെ ഒരു ഗോശാല 5.5 കോടി രൂപ മുടക്കി അടുത്ത കാലത്ത് ഒരു ഭക്തൻ ചെന്നൈയിൽ നിന്ന് വന്ന് ഹൈടെക് ആയിട്ടുണ്ട്. 5.5 കോടി രൂപയും 65 പശുക്കളും കൊടുത്താണ്. അപ്പോൾ അത് കൃത്യമായി ഗുരുവായൂരിൽ ഇപ്പോൾ നടപ്പാക്കി പശുക്കളിൻ്റെ ചാണകം വാരാനും കറക്കാനും അതുപോലെ തീറ്റക്കാരനും ഒക്കെ AC റൂംസാണ് അവിടെ. എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് അവരുണ്ടാക്കി തന്നെ. 2 വർഷത്തെ മെയിൻ്റനൻസ് സൗകര്യമായിട്ടിരിക്കുക. ഇത് കൂടാതെ 56 കോടി രൂപ മുടക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ വേണ്ടി അതും ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. സമീപകാല ഭാവിയിൽ അത് നടക്കുന്നു. ഞാൻ ചില കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിരുന്നു. കുറേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയൂടെ നടപ്പാക്കും എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വിജിൻ MLA സൂചിപ്പിച്ച മറ്റേ ആചാരസ്ഥാനീയരുടെയും കോലധാരികളുടെയും ഒരു കൂട്ടരുടെ ഉണ്ട്, കോലധാരികൾ. അത് രണ്ടും നമ്മൾ പരിഗണിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട രാജഗോപാൽ MLA നേരത്തെ തന്നെ സഭയിൽ ഉന്നയിച്ചതാണ്. അതിൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടു അവരുടെ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ളതും കുറച്ച് ഇപ്പോൾ കൊടുത്തു. അവശേഷിക്കുന്ന പ്രശ്നം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുക. സർ, ഈ മലബാർ, ഇപ്പോൾ ഞാൻ മലബാർ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒളപ്പമണ്ണ ദേവസ്വം അതുപോലെയുള്ള ചില ദേവസ്വങ്ങളൊക്കെ തന്നെ ഇപ്പോഴും C ക്ലാസ്സിൽ തന്നെ നിലനിർത്തുക സാർ. അവർ മുകളിലോട്ട് പോകുന്നില്ല. അവിടുത്തെ ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നില്ല. ഈ അടുത്ത കാലത്തെ വലിയൊരു വാർത്ത ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മരണപ്പെട്ടു അമ്പലത്തിൽ. അവസാനം വലിയൊരു വാർത്തകൾ കൊണ്ടുവന്ന് അത് ഈ ഗവൺമെൻറ്റിനെയും ദേവസ്വത്തെയും ഒക്കെ എതിരാവുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ചില അമ്പലങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്
അവർ മാറി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ ക്ലാസ് ഉയർത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റോ മറ്റു കാര്യം നടത്തി വരുന്ന വരുമാനം കൃത്യമായി നിർണ്ണയിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. യെസ്, ഒരു ബില്ല് കൂടി നമുക്ക് പരിഗണിക്കാനുള്ളതാണ്. ഈ ഭക്തന്മാർക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു പ്ലാൻ സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഗുരുവായൂരിലേക്ക് റെയിൽപാത ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതും യഥാർത്ഥത്തിൽ ഇതിനോട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുക. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് ഗവൺമെൻറ് അല്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്, ദേവസ്വം ബോർഡാണ്. മലബാർ ദേവസ്വം ബോർഡിന് ഗ്രാൻഡ് കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുക. അപ്പോൾ അതവിടെ പരിഹരിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ ആ ബോർഡുമായിട്ട് സംസാരിക്കാം. അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ സംവിധാനത്തിലും ഇന്നുള്ള ഏരിയ കമ്മിറ്റികളുടെ സംവിധാനങ്ങളുമൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും എൻറ്റയർലി ഡിഫറൻ്റാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ എല്ലാം നേരിട്ട് ബോർഡ് ഇത് കൊടുക്കുകയാണ്, മറിച്ച് മറ്റേ എല്ലാം ഏരിയ കമ്മിറ്റികളാണ്. അപ്പോൾ അതുകൊണ്ട് മലബാർ ദേവസ്വം ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ വകുപ്പ് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിഗണന അത് കിട്ടിയ ഉടൻ തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഈ പ്രശ്നത്തിന് പരിഹാരമാവും. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ച വിഷയം റെയിൽവേയുടെ കാര്യം പിന്നീട് നമുക്ക് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. സംസ്ഥാന ഗവൺമെൻറ് മാത്രമായി ചെയ്ത കിടക്കത്തില്ല എന്ന കാര്യം കൃത്യമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ പ്രധാനമായും നമുക്കിവിടെ വന്നിട്ടുള്ള ഭേദഗതി ഞാൻ ആദ്യം തന്നെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. സെക്ഷൻ 9 അതിൽ പ്രധാനമായി നിലവിലുള്ളത് റെമ്യൂണറേഷൻ ഓഫ് ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്. നോ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഷാൽ റിസീവ് ഓർ ബി പെയ്ഡ് എനി സാലറി ഓർ അതർ റെമ്യൂണറേഷൻ എക്സെപ്റ്റ് സച്ച് ട്രാവലിംഗ് ഓർ ഡെയിലി അലവൻസസ് ഈഫ് എനി ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അത് ഭേദഗതി ചെയ്യുന്ന രൂപം ഞാൻ വായിക്കാം. അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 9 in the Guruvayur Devaswam Act 1978 for section 9 the following sections shall be substituted, namely 9 remuneration of the chairman and members. The chairman and members of the committee shall be entitled to receive per mensuum such honorary and sitting fees as may be fixed by the government from time to time by notification published in the official gazette, and such chairman and members shall also be entitled to receive such travelling allowance or daily allowance if any as may be prescribed. ഇതാണ് ഭേദഗതി ചെയ്യുന്ന പുതിയ നിയമം. ഇതുപോലെ തന്നെ മറ്റ് ആദ്യം സൂചിപ്പിച്ച പ്രധാനമായിട്ടും ഇതിലെ 17(3), 11(1) അത് നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു. 5000 രൂപയ്ക്ക് വിൽക്കുക, 5000 രൂപ വരെ ചെലവഴിക്കാനുള്ള അവകാശം. ഇത് രണ്ടും മാറ്റി 500,000 എന്ന രൂപത്തിലേക്ക് മാറ്റി അത് കൂടുതലാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രപ്പോസൽ വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ഈ ബില്ല് വിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ സൂചിപ്പിച്ച സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാണ്. സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ് വിടേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ് വിടേണ്ടത്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് ഏകദേശം 2500 കോടി ഉറുപ്പികയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. നിരവധി പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ ഇവിടെ 1,00,000 ഉറുപ്പിക എന്ന് പറഞ്ഞത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ 1 കോടി ഉറുപ്പിയെങ്കിലും ചിലവഴിക്കാനുള്ള അനുമതി കൊടുക്കണം. അത്രയും വലിയ ദേവസ്വം. ഇതിനെല്ലാത്തിനും തിരുവനന്തപുരത്ത് ഈ അനുമതിക്ക് വരേണ്ടെന്നൊരു വല്ലാതെ താമസമുണ്ട്. കാലതാമസം ഒരുപാട് വരുത്തുന്നുണ്ടത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്നത്തെ ഇതിനനുസരിച്ചിട്ട് അത് 78 കൊണ്ടുവന്നതാണ് ഈ 5000 ഉറുപ്പിക എന്നുള്ളത്. അത് ഇന്നത്തെ കാലഗതിക്ക് അനുസരിച്ചിട്ട് 1 കോടി ഉറുപ്പിയെങ്കിലും ശരിക്കും ആക്കി വർദ്ധിപ്പിക്കണം സാർ. എന്നാലേ ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നാല്. ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ബാക്കി സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണന വരുമ്പോൾ മെമ്പർമാർ നിർദ്ദേശിക്കട്ടെ. നമുക്കത് 5 ലക്ഷം എന്നുള്ള 50 ലക്ഷം ആക്കി ഉയർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. ഏതായിരുന്നാലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് സൂചിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് സ്വാഗതാർഹമായൊരു നിർദ്ദേശമാണ്, വസ്തുതാപരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭേദഗതി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. മാത്രമല്ല കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ചെയർമാൻമാർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റുമാർക്ക് സിറ്റിംഗ് ഫീസും അവർക്ക് ഓണറേറിയും ഉണ്ട്. പക്ഷേ ഇവിടെ മാത്രം അതുണ്ടായിരുന്നില്ല. അതിലൂടെയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. ഒരു സബ്ജക്റ്റ് കമ്മിറ്റി വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ PP ചിത്തരഞ്ജൻ, 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ
2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. 2025 ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി 2 പരിഗണനക്കയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്റ്റ് കമ്മിറ്റി 2 പരിഗണനയ്ക്ക് അയക്കുന്നു. ഓർഡർ